ഇപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവ് മാത്രമല്ല, ത്രിതല പഞ്ചായത്തിലൂടെ ജനങ്ങൾക്കിടയിലൂടെ പ്രവർത്തിച്ച് പിന്നീട് MLA ആയ ഒരു നേതാവിനെയാണ് നമുക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. TP രാമകൃഷ്ണൻ. സഖാവ് കാനത്തിൽ ജമീല കുറ്റ്യാടിയിലെ ഒരു പ്രമുഖ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാണ് വളർന്നു വന്നത്. അവിടെ ചങ്ങരോത്ത് പഞ്ചായത്തിലെ ചെറിയ കുമ്പളത്താണ് അവരുടെ വീട്. അങ്ങനെ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി പഴയകാലം മുതൽക്ക് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും സഹയാത്രികരുമായിരുന്നു. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ജമീല പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരികയാണ് ഉണ്ടായത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും മഹിളാ പ്രസ്ഥാനത്തിലും സജീവമായി ഇടപെട്ട് പ്രവർത്തിച്ചവർ CPIMന്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരികയായിരുന്നു. അവര് MLA ആയതിനു ശേഷം കേരള നിയമസഭയിൽ അവരുടെ പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു. ഏതൊരു ജനകീയ പ്രശ്നങ്ങളിലും ശ്രദ്ധേയമായ നിലപാടാണ് അവർ സ്വീകരിച്ചത്. CPIMന്റെ നിലപാട് ഓരോ പ്രശ്നത്തിലും അവതരിപ്പിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഏതൊരു വിഷയം നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യുമ്പോഴും കാനത്തിലും ജമീലയുടെ ശബ്ദം ആ ചർച്ചയിൽ ഉയർന്നു വരിക എന്നുള്ളത് ഒരു സാധാരണ പതിവായിരുന്നു. അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്ന സന്ദർഭത്തിലാണ് നിരവധി ജനകീയ പ്രശ്നങ്ങളിൽ അവർ ഇടപെട്ടിട്ടുണ്ട്. അപ്രതീക്ഷിതമായ ഒരു സന്ദർഭത്തിലാണ് അവരുടെ വേർപാടുണ്ടാകുന്നത്. എല്ലാവരെയും ദുഃഖിപ്പിച്ച ഒരു സംഭവമാണത്. അധികാര വികേന്ദ്രീകരണ രംഗത്ത് അവർ ത്രിതല പഞ്ചായത്തുകളിൽ അംഗമായി പ്രവർത്തിക്കുമ്പോൾ വലിയ പങ്ക് ജനകീയ ആസൂത്രണത്തിലും അധികാര വികേന്ദ്രീകരണ പ്രവർത്തനങ്ങളിലുമെല്ലാം മാതൃകാപരമായ നേതൃത്വമായി അവർക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊയിലാണ്ടിയിലും പരിസര പ്രദേശങ്ങളിലും എല്ലാമുള്ള ജനങ്ങൾക്ക്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ വേർപാട് കടുത്ത നഷ്ടമാണ്. MLA എന്നുള്ള നിലയിൽ എല്ലാ വിഭാഗം ആളുകളുടെയും അംഗീകാരം വാങ്ങി പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ജനവിഭാഗങ്ങളെയും വേദനിപ്പിച്ച ഒരു സംഭവമാണ് അവരുടെ വേർപാട്. അവരുടെ ആകസ്മികമായ അകാലത്തിലുണ്ടായ ഈ വേർപാടിൽ ഉള്ള അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു, അനുശോചനം അറിയിക്കുന്നു.